ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മൊക്കാര ഓർക്കിഡ്സിനെ പറ്റിയുള്ള വീഡിയോ ആണ്. കുറേ നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർക്കിഡിൻ്റെ സീസൺ ആണല്ലോ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഓർക്കിഡിൻ്റെ സമയമാണ്, പൂക്കൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി മൊക്കാരയും വാൻഡയും ഓർക്കിഡ്സും എല്ലാം നമുക്ക് നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മൊക്കാരയുടെ ഡീറ്റെയിൽസ് പറയാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം മൊക്കാര പ്ലാന്റ്സ് എല്ലാം വച്ചേക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് വച്ചേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ മൊക്കാര വാങ്ങിച്ചിട്ട് ഹാങ് ചെയ്ത് ഇടുക ചെയ്തത്. വെറുതെ ഇതേപോലെ പ്ലാന്റാസ് തൂക്കിയിട്ടേക്കണ പോലെ മൊക്കാരയും ഹാങ് ചെയ്തിട്ടത്. പക്ഷെ എന്താണെന്ന് പറയാം, നമുക്ക് ചൂട് പ്ലാന്റ്സിന് സഹിക്കുന്നില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫ് പൊഴിയുക, എന്താ പറയുക, വേരുകൾ ഭയങ്കര പതുക്കെ വരുന്നത്, അങ്ങനത്തെയൊക്കെ പ്രശ്നം വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വെറുതെ വീഡിയോ ഒന്നുമില്ല കേട്ടോ, വെറുതെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചട്ടിക്കകത്ത് നമ്മൾ ഈ മൊക്കാര പ്ലാന്റ്സ് ജസ്റ്റ് വച്ച് നോക്കി. അപ്പോൾ എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ്. കാരണം റൂട്ടൊക്കെ പെട്ടെന്ന് ഒരു മീഡിയം ഇല്ലെങ്കിൽ പോലും റൂട്ട്സ് പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ലീഫ് ആ സ്റ്റിഫ്നെസ് പോവോ മഞ്ഞിക്കോ ഒന്നും ചെയ്യാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് വീക്കായ പ്ലാന്റ്സ് പോലും അതിനകത്ത് വച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം തൂക്കിയിടാണ്ട് എല്ലാം ചട്ടിയിൽ ഇങ്ങനെ, നമുക്ക് സെയിൽ നടക്കുന്നവരെ നമുക്ക് പ്ലാന്റ്സിനെ സൂക്ഷിക്കണമല്ലോ. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഈ ഇരിക്കുന്നത് നമ്മുടെ ടെറേറ്റ് വാൻഡയാണ്. ടെറേറ്റ് വാൻഡയിൽ ചപ്രായോ സൺഷൈൻ എന്നുള്ളതിൻ്റെ ഐഡിയയിലുള്ള ടെറേറ്റ് വാൻഡാണ്. ടെറേറ്റ് വാൻഡ നമുക്ക് കുറച്ച് പ്ലാന്റ്സിൽ ഞാനവിടെ തൂക്കിയിട്ടുണ്ട്. അത് ബാസ്ക്കറ്റിൽ വന്നിരിക്കുന്നതായതുകൊണ്ട് ഞാനതവിടെ തൂക്കിയിട്ടേക്കുകയാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇതേപോലെ ചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ചപ്രായ സൺഷൈൻ എന്നുള്ള ടെറേറ്റ് വാൻഡയാണ്. അടുത്ത ഈ ടെറേറ്റ് വാൻഡ, ഇതൊരു ടെറേറ്റ് വാൻഡ, നല്ല കളറ്, നല്ല ഡാർക്ക് കളറായിട്ടുള്ള ടെറേറ്റ് വാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് മോമോ പിൻബോൺ എന്നുള്ള ഒരു ഐഡിയ ആണ്. ഇത് ഈ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്ത ഈ പ്ലാന്റ് സൈസ് വന്നിട്ട് റോബിൻ റെഡ് എന്നുള്ള റെഡ് കളർ ആയിട്ടുള്ള ഇത് മൊക്കാരയുടെ ആണ് റോബിൻ റെഡ്. റോബിൻ റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. നമുക്ക് ഒരു റൂട്ട്, ചിലപ്പോൾ റൂട്ട് കാണില്ല, അങ്ങനെയൊക്കെയാണ്. റൂട്ടില്ല എന്നോ അല്ലെങ്കിൽ ഒറ്റ റൂട്ടേ ഉള്ളൂ, അത് വെള്ള കളറായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ സൈഡിൽ നിന്നും വരുന്ന റൂട്ട്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റൂട്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഉണക്ക റൂട്ട് ഉണ്ടായിട്ട് പോലും കാര്യമൊന്നുമില്ല, അത് തന്നെ പൊഴിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ നിന്നോളും. എന്നാലും നമുക്ക് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ പുതുതായിട്ട് വരുന്ന റൂട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നിങ്ങൾക്ക് ഈ മൺചട്ടിയിലൊക്കെ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് അതിനകത്ത് കരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഈ റൂട്ട് അല്ലെങ്കിൽ ഈ സ്റ്റെം ഒന്ന് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനെ വച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു ഒന്ന് കെട്ടിക്കൊടുക്കുക, പൈപ്പുമായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വളർന്ന് വന്നോളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ബാംഗൂട്ടിയൻ എന്നുള്ള ഒരു യെല്ലോ കളർ ഫ്ലവറിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് മെച്ചൂർ പ്ലാന്റ് ആണോ, ഇത് പൂവിടുമോ എന്നൊക്കെ ഡൗട്ട് തോന്നും. നമുക്ക് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് സ്പൈക്ക് വന്ന പ്ലാന്റാണ്. പക്ഷെ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നശിച്ചു പോയതാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ പ്ലാന്റ്, അതിൻ്റെ റൂട്ട് ടൈപ്പുണ്ട്, ഇത്രയേ ഉള്ളൂ പ്ലാന്റ്. എന്നിട്ട് അതിനകത്ത് കണ്ടോ ബഡ് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം മെച്ചറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാന്റ് ചെയ്യുക, കറക്റ്റ് ഫെർട്ടിലൈസർ കൊടുക്കുക, പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞത് അടുത്ത സ്പൈക്കിൻ്റെ സ്റ്റാർട്ടിങ് ഒരു മൊട്ട് പോലെ കാണുന്നുണ്ട്. അതാണ് ബാംഗൂട്ടിയാണ് കേട്ടോ. ഈ പ്ലാന്റ് കാണിക്കുന്നത് ആനിക്കൂൾ എന്നുള്ള പ്ലാന്റാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പല പ്ലാന്റും പല സൈസാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, പല പ്ലാന്റ്സിനും പല സൈസാണ്. ഈ പ്ലാന്റിനൊക്കെ കുറച്ച് വലിപ്പം കൂടിയ ലീഫും ഒക്കെ പ്ലാന്റ് സൈസ് കമ്പാരിറ്റീവ്ലി വലുതാണ്. താരതമ്യേന നമ്മുടെ റെഡ് യെല്ലോ ആണ് കമ്പാരിറ്റീവ്ലി ഒരു പ്ലാന്റ് സൈസ് ചെറുതായിട്ട് എപ്പോഴും വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആനിക്കൂളിൻ്റെ പ്ലാന്റ് സൈസ്. ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് സൈസ്, നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പല പ്ലാന്റ്സ്, കുറച്ച് പ്ലാന്റ്സിൻ്റെ മാത്രം കാണിക്കുന്നത്. ഏതാണ്ട് ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും നമ്മുടെ ബാക്കി എല്ലാ കളേഴ്സിൻ്റെയും നമുക്ക് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പ്ലാന്റ്സ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ്.
ഇനി നമുക്ക് ഓഫർ എന്താ നോക്കാം. ഇത് ഒരു പ്ലാന്റ് ആയിട്ടാണ് നിങ്ങൾ ഒരു മൊക്കാര ഓർക്കിഡാണ് മേടിക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 375 രൂപയാണ് നമ്മുടെ മൊക്കാര ഓർക്കിഡിൻ്റെ റേറ്റ്. അതേസമയം 3 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് വെറും 350 രൂപയാണ്. നമ്മൾ 400-450 കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റാണ് ഇപ്പോൾ 350 കൊടുക്കുന്നത് കേട്ടോ, കോംബോ ഓഫറിൽ. അപ്പോൾ ഒരു അടിപൊളി ഓഫറാണ്. അപ്പോൾ 3 പ്ലാന്റ് മേടിച്ചാൽ 1050 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന റേറ്റ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കാം. ഏതാണ്ട് 15 കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ഷൻ പോസിബിളാണ്. ഏതാണോ കളർ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഇതിനകത്ത് എഴുതിക്കുന്ന MK എന്ന് ഇട്ടിരിക്കുന്ന കോഡ്സ് ഉണ്ടല്ലോ, 16, 43 അങ്ങനത്തെ കോഡ്സ് ഉണ്ടല്ലോ, അത് മാത്രം എഴുതി നമ്മുടെ സ്ക്രീൻ നമ്പർ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ മെമ്പർ ആവുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എനിക്ക് നിങ്ങളുമായിട്ട് ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലായിരിക്കും ആദ്യം വെക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ലാഭം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഈ കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റ് വഴിയും DTDC വഴിയും നമ്മൾ പ്ലാന്റ്സ് ഓൾ ഇന്ത്യ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ് വേണ്ടതെന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൊക്കാര ഓർക്കിഡിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പൂക്കളെയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടോ സെയിൽ വീഡിയോ ആയിട്ടോ നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.